അന്നത്തെ പോക്ക് എന്നൊക്കെ പറഞ്ഞ ഈ മച്ചുവേല് പോയിട്ട് അവിടുന്ന് കടലിലേക്ക് എടുത്ത് അങ്ങോട്ട് ചാടണം. പിന്നെ കിട്ടിയാ കിട്ടി പോയാ പോയി. പിന്നെ നീന്തി കയറണ്ടേ. അന്നാണ് നമ്മുടെ യൂസുവിന്റെ ഒക്കെ വരവ് അവിടേക്ക്. നമ്മുടെ പാടത്തെ യൂസഫ്. ഏത് വാർത്ത യൂസുഫ്? ഏടാ യൂസഫ് അലി. അപ്പൊ ഓനക്കുള്ള സമയമാണ് അന്ന്. ആ കാലത്ത് അവിടുത്തെ ചുരുക്കം കുറച്ച് മലയാളികളുടെ ഇടയിലുള്ള ആ മലയാളി അസോസിയേഷന്റെ കൺവീനറാ ഞാൻ. അപ്പൊ അന്നും കോയിക്ക കൺവീനർ തന്നെയാണ്. പിന്നെ എവിടെ ചെന്നാലും എന്തിനെങ്കിലും ഒന്ന് പിടിച്ചങ്ങടെ ആക്കുമല്ലോ. അന്നിന്റെ ആ ഒരു പ്രൗഢി അതാണ്. ഉത്സാഹവും അപ്പൊ അതൊക്കെ പണിയെടുക്കാനുള്ള ഒരു ഉത്സാഹവും അതന്നെ. അതൊരു കാര്യം പറയട്ടെ. എന്താണ്? വൈദേശികാധിപത്യത്തിനെതിരെയും സ്വേച്ഛാധിപത്യത്തിനെതിരെയും പടപൊരുത്തിയ ധീര ദേശാഭിമാനികൾ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഈ പുതിയ കാലത്ത് ഒന്ന് പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും പുതിയൊരു യുവ നേതാവിന് നമുക്ക് കാണാൻ പറ്റോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? എവിടെ? സൗദിയിലോ? അല്ല, നാട്ടില്. അല്ല, ഉണ്ണി പറഞ്ഞതിലും കാര്യമുണ്ട്. അനക്ക് വല്ലതും മനസ്സിലായോ? ഇല്ല, അവനെല്ലാം ആലോചിച്ചിട്ട് വേറെ വെളിവേട് പറയുന്നുണ്ടാന്ന് കണ്ടു. ഇജിപ്പ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതിന് നമുക്ക് സമാനം ഉണ്ടാക്കാം. ഈ മീറ്റിംഗ് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. അവിടെ അപ്പോ ഞാൻ പറഞ്ഞു വന്നേ, അന്ന് ഈ 62 കാലഘട്ടത്തിൽ ഈ ഗൾഫിൽ എണ്ണ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഒരു പൊടിപ്പും തൊങ്ങലൊക്കെ പിടിച്ച് വളർന്ന് ഇങ്ങനെ വരുന്നൊരു സമയ. അപ്പോഴും ഉണ്ട് കേട്ടോ അവർക്ക് ഈ എന്താ പറയാ, ഈ വേസ്റ്റ് നിർമാർജന പദ്ധതിയിൽ നിന്ന് ഇപ്പൊ നമ്മൾ പറയണ്ടല്ലോ, അന്ന് അവിടെ ഉണ്ടായി. അന്ന് അവിടുത്തെ മലയാളി അസോസിയേഷന്റെ കൺവീനർ ആയിട്ട് ഇരിക്കണം ഞാനടക്കം. ആ പരിസരത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് പറക്കി വൃത്തിയാക്കും. എന്നിട്ട് ഇവിടെ ആളുകൾ പറഞ്ഞുണ്ടാക്കിയാണ് ഇക്ക അവിടെ കച്ചറ പറക്കാൻ നടന്നിട്ട് കുറെ കാലം ജയിലിലായിരുന്നാണ് പറഞ്ഞത്. ഏത് നമുക്കത് അസൂയക്കാര്. ഏടാ ചങ്ങായി, വെള്ളിയാഴ്ച ദിവസം ഒഴിവല്ലേ? അങ്ങനെയാന്ന് വെച്ചാൽ പിന്നെന്താ വെച്ചാ പറക്കണതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നല്ല സാധനങ്ങളൊക്കെ കേടുവരാത്തൊക്കെ ചിലതൊക്കെ കിട്ടുമ്പോ നമ്മൾ എടുത്തിട്ട് അത് ആർക്കെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ വിൽക്കുക, അങ്ങനെ ചെയ്യും. ആടെ ഈ സ്വാതന്ത്ര്യ സമരം ഏത് കൊല്ലത്ത നടന്നിനി? ഇവന് ഏത് പോർക്കണം? അവിടെ സ്വാതന്ത്ര്യ സമരം നടക്കാൻ അവിടെ ഗാന്ധിജി ആയിട്ടുണ്ട്. ഏറെ ചങ്ങായി, അത് മാത്രല്ല അവിടെ എവിടെ ആഗസ്റ്റ് 15 അവിടൊക്കെ അറബി മാസല്ലേ? ഓരോ വാർത്താനം പറഞ്ഞിട്ടുണ്ടാക്കണേ. അല്ല, ഇതെന്തപ്പോ ബന കാണാത്ത ഈ സത്യനെ? മണ്ടു മണ്ടു മാൻസ്, ഓ അത് എന്റെ വാച്ച് എടുത്തിട്ട് വാ. അവിടെ ഉണ്ടാകും. ഇവിടെ ചേട്ടാ, എന്താണ് എന്റെ വാച്ച് എവിടെ? വാച്ച് എടുക്കുന്നു. വാച്ച് ഈ വാച്ചല്ലെന്ന് മറ്റത്. ഏട്ടാ, ഇതാണ് നല്ല വാച്ച്. നീ പോയിട്ട് മറ്റേ വാച്ച് എടുത്തിട്ട് വന്ന് ഈ സാധനം വേണ്ട അവിടേക്ക്. ചേട്ടാ, അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെ ഇട്ടേക്കണു. അവിടെ ഉണ്ടാ. പിന്നെ പുറത്ത് ആ കൺവീനർ കോയയും നമ്മുടെ മെമ്പർ പ്യാരിയും പിന്നെ ആ ബുദ്ധി കൂടി വട്ടായ ചെക്കനുണ്ടല്ലോ ഉണ്ണി, അവനും കൂടെ വന്നിരിപ്പുണ്ട്. ഞാൻ വിളിച്ചിട്ട് പോകാ. പരിപാടി ഉണ്ട്. എന്താ പരിപാടി? അതൊക്കെ ഉണ്ട്. അയ്യേ ചേച്ചി, ഭ്രാന്തനെ പോലെ ഉണ്ട്. മര്യാദക്ക് ചെയ്ത് ഇങ്ങോട്ട് ഞാൻ വെച്ചേരാം. ഈ സാധനം എന്റെ പേര് തുടരുത്, മാറ്റ്. അതെന്റെ ജീപ്പ്. സത്യോ? ഇറങ്ങി. അങ്ങനെ വായോള് എന്താ ഭാര്യയുടെ കൂടെ അങ്ങോട്ട് കൂടിയാ പിന്നെ അങ്ങനില്ല. വായോ ഇറങ്ങാം. എന്താ മണ്ടത്? ആ ചെങ്ങാനൊന്ന് പുറത്തേക്ക് ഇറക്ക്. അല്ല, എന്താ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞേ? കാര്യങ്ങൾ ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്. എന്താണ്? 2020 ജനുവരി മുതല് നമ്മുടെ കേരളത്തില് പ്ലാസ്റ്റിക് നിരോധനം നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ. അതിപ്പോ എല്ലാ വർഷവും പറയണല്ലേ. ഇപ്പൊ അതിലിപ്പോ എന്തൊട്ട് ഒരു പുതുമ. ഇത് അതുപോലെയല്ല, ഇത് വളരെ ഗൗരവമുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്റെ വീട്ടില് ആദ്യമായിട്ട് പ്ലാസ്റ്റിക് അങ്ങോട്ട് നിരോധിച്ചു കഴിഞ്ഞു. അതിപ്പോ എന്ന് മുതല്? ഇന്ന് മുതല് ഞാൻ പ്ലാസ്റ്റിക്കിന്റെ ഒരു സ്ട്രാപ്പുള്ള വാച്ചാണല്ലോ കെട്ടിക്കൊണ്ട്. കറുപ്പ് കളറ് അത് മാറ്റിപ്പോ ഇത് ലെതറിന്റെ ആക്കി. അതേപോലെ തന്നെ മുടി ചെയ്യുന്ന ചീപ്പ് അതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇനി മുടി ചെയ്യണ്ട, മുടി പക്ഷെ കുറ്റിയാക്കി മുറിക്കാൻ പോവാ. അതേപോലെ തന്നെ ബാത്റൂമിൽ ഇരിക്കുന്ന പ്ലാസ്റ്റിക് ബക്കറ്റ്, പിന്നെ കപ്പ്, അതൊക്കെ എടുത്ത് മാറ്റുക. എന്നിട്ട് അത് മാറ്റിയിട്ട് മറ്റേ മണ്ണിന്റെ കളിമണ്ണിനെ പറ്റിയ വലിയ ഉണ്ടാവുണ്ടല്ലോ, പഴയ കാലത്ത് വെച്ചായിരുന്നേ, അത് കൊണ്ടുപോയേക്കാൻ പോവാ. അല്ല, ക്ലോസറ്റിന്റെ പുറത്തൊരു പ്ലാസ്റ്റിക്കിന്റെ സാധനം ഉണ്ട്.
അങ്ങനെയാണെങ്കിൽ അത് മാറ്റും. അത് മാറ്റി കണ്ട് കുന്തക്കാലിൽ ഇരുന്നാ മതി. അല്ലേട്ടാ ഇതിപ്പോ പ്ലാസ്റ്റിക് നിരോധനത്തിന് വേണ്ടിയാണ് ഇതൊക്കെ അവിടെ ചെയ്തു വിട്ടേ. പിന്നല്ലേ. അല്ല ഇപ്പൊ ഞങ്ങൾ എന്താണ് ഇപ്പൊ അതില് ചെയ്യേണ്ടത്? ഇതിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ മാത്രം ഈ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് കാര്യമില്ല. നിങ്ങളെപ്പോലുള്ള ആളുകളും മാനസികമായിട്ട് ഇത് ഉപേക്ഷിക്കണം എന്നുള്ള നിലപാടെടുക്കണം. അതാണ് നേതാവ്. ഇപ്പൊ എന്റെ ആകപ്പാടുള്ള ഇപ്പൊ ഈ ഒരു കൊടയാണ്. ഇതിന്റെ പീടി പ്ലാസ്റ്റിക്കാ. ഈ പീടി വേണേ ഞാൻ കളയാം. മതി. ഞാൻ പറയുന്നത് ഓരോരുത്തരും അവനവനാൽ കഴിയുന്ന രീതിയിൽ എങ്ങനെ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യാം. ഇതിപ്പോ നിരോധനം വന്നു കഴിഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് ഈ സംഗതി വിറ്റ് കഴിഞ്ഞാൽ 10,000 രൂപയാണ് പിഴ. അത് ലംഘിച്ചിട്ട് വീണ്ടും വിറ്റ് കഴിഞ്ഞാല് ₹25,000 പിഴ വരും. വീണ്ടും ലംഘിക്കുകയാണെങ്കിൽ 50,000 രൂപ ഇവര് പിഴ കൊടുക്കണം. അത് വാർഡ് മെമ്പർമാരെ ഏൽപ്പിക്കാൻ നിയമം വേണം. പൈസ അത് നടക്കില്ല. ഇനിയിപ്പോ എന്താ ആദ്യത്തെ പരിപാടി? ഇനി ഒന്നുമില്ല, നമ്മൾ നേരെ കടകളിൽ പോകുന്നു. ഈ അറിയാത്ത ആളുകൾ ഒരുപാടുണ്ടാവും. അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നിൽക്കും. അതെ, അതുണ്ടാവും. അവരോട് നിർബന്ധമായിട്ട് നമ്മൾ പോയിട്ട് ഇനി മുതൽ ഇത് വിൽക്കരുത് എന്ന് പറയണം. അതിനുള്ള ഒരു ക്യാമ്പയിനാണ് നമ്മൾ സത്യത്തിൽ ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. അന്ന് നമുക്ക് ഇന്ന് എന്റെ വാർഡിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കാം. അത് തുടങ്ങാൻ പോവാണല്ലോ. പിന്നെ മണ്ടോ, കടയിൽ പോയിട്ട് എന്ത് സാധനങ്ങളാണെങ്കിൽ വാങ്ങിച്ചോ, പക്ഷെ അത് നമ്മുടെ പ്രകൃതിയുമായിട്ട് മാക്സിമം ചേർന്ന് നിൽക്കുന്ന സാധനങ്ങളാവണം. സോപ്പ് മേടിക്കണം. എന്തിനാ സോപ്പ്? പയർപൊടി വാങ്ങിച്ചാൽ മതിയല്ലോ. പല്ല് തേക്കുന്ന സാധനങ്ങളൊന്നും വേണ്ടെന്ന്. അതിന് നമുക്ക് ഉമിക്കരി ഉപയോഗിക്കാം. അല്ലെങ്കിൽ മൂച്ചിയുടെ ഇല, മാവിന്റെ ഇല, അതൊക്കെ എടുത്തൂടെ. അപ്പൊ ഇജിപ്പോ ചുരുക്കം പറഞ്ഞ ഒക്കെ മാറ്റി. ഞാൻ മാറ്റി. അപ്പൊ ചെരുപ്പ് തൽക്കാലം ഇപ്പൊ ഇടുകയാണ്. ഇപ്പൊ അതിന് പകരം മെതിയടി കിട്ടും. മെതിയടി, ഓച്ചറ മെതിയടി കിട്ടും. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 4-5 മേടിച്ചു എല്ലാ മെമ്പർമാർക്കും കൊടുക്കാം. പിന്നെ കൊയക, നിങ്ങളാണ് കൺവീനർ. നിങ്ങളെ ഒരൊറ്റ ആളെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞ ആളുകൾ കേൾക്കും. അത് ആളുകളോട് ആ നിലയ്ക്ക് നിങ്ങൾ പറയണം. സത്യ ഇത് എന്നൊരു കാര്യം ഏൽപ്പിച്ചിട്ട് ഏത് കാര്യമാണ് നടക്കാണ്ട് പോയേക്കണേ? എല്ലാ കാര്യവും ഞാൻ ഏറ്റൊരു കാര്യം എന്തും പിന്നെ 10 പെറ്റാളോടല്ലേ മുക്കാൻ പറയണം. അല്ലാണ്ട് നിന്റെ ആരോഗ്യത്തിനനുസരിച്ച് ഞാനത് ചെയ്യും. പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. സത്യേട്ടാ, രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം ഭരിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ. ഇതിനു വേണ്ടി ഏതറ്റം വരെയും ഞാൻ വേണമെങ്കിൽ സർവോচ্ച പീഠ കയറണം. ഒന്ന് അവിടെ കയറി വെച്ചാ കാര്യങ്ങൾ ഇവിടെ എളുപ്പത്തിൽ നടന്നിരുന്നു. നമുക്ക് ക്യാമ്പയിനോട് കഴിഞ്ഞോട്ടെ, എന്നിട്ട് കയറാം. നീ അത് കേറാൻ പോണതിന് മുമ്പ് മുടി ഒന്ന് വെട്ടിച്ചോളാം. ഭീകരനാണ് ഈ പ്ലാസ്റ്റിക്. മീനല്ല പനിയുണ്ടോ? എടാ പെടക്കണ മീൻ എന്നാണ്ടാ ഉദ്ദേശിച്ചത്? പിടക്കണല്ലോ. പെടക്കണ കാണില്ല ഈ ചാള. ഇതാ ഇങ്ങോട്ട് നോക്ക്. ഇതാ പെടക്കണ നോക്ക്. ഭർത്താൻ നിർത്ത് കൈ എടുത്തോ. ഭർത്താന്ന് പറഞ്ഞിട്ട് പൈസ എടുക്കും. കൊണ്ടോ ഇത് നമ്മളെ വകുപ്പ്. ഇതെന്താ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാരും ഉണ്ടല്ലോ. നമ്മുടെ അടുത്ത് മീൻ കുറവാട്ടോ. എന്ത് തോന്നിവാസവും ഇത് നീ കാണിക്കണത്? നീ നാട് നശിപ്പിക്കാൻ നോക്കിയത്? അല്ല, മീൻ വിൽക്കല് നാട് നശിപ്പിക്കല. മീൻ വിൽക്കണതല്ല, മീൻ ഈ പ്ലാസ്റ്റിക് കിറ്റിലിട്ടിട്ട് വിൽക്കാൻ പാടില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ? അല്ല ശരിക്കൂ. കൺവീനർ ഒന്ന് പറഞ്ഞു കൊടുക്കി. അതായത് നമ്മൾ ഈ കാലാകാലമായിട്ട് ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഇപ്പൊ ലോകം മുഴുവൻ പ്ലാസ്റ്റിക് നിറഞ്ഞു എന്നാ പറയണത്. കുറെ കാലം കഴിയുമ്പോ നമ്മുടെ ഭൂമിയുടെ രൂപം വരെ പ്ലാസ്റ്റിക് രൂപത്തിലാവൂത്രേ. അപ്പൊ നമ്മുടെ ജീവൻ അപകടമാണ്. അതുകൊണ്ട് ഈ സാധനം ഉപേക്ഷിക്കേണ്ടത് ഇജ്ജും ഞാനൊക്കെ തന്നെയാണ്. അതിന്റെ മനസ്സ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ പ്രസിഡന്റ് പറഞ്ഞ എന്റെ രക്തചുരുക്കം. അല്ല, നമ്മളിത് ഇത് ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാ. വേറൊരു ഭയം ഇങ്ങോട്ട് പറഞ്ഞു തരണോ? എന്റെ വാപ്പ എങ്ങനെയാണ് ആൾക്കാർക്ക് മീൻ പൊഴിഞ്ഞു കൊടുത്തായിരുന്നേ? അതേ ഇലയില് അല്ലേ? അപ്പൊ ഈ തേക്കിന്റെ ഇലയിലും പൊടിയനിയുടെ ഇലയിലും വാഴയുടെ ഇലയിലും ഈ ചേമ്പിന്റെ ഇലയിലൊക്കെ മീൻ പൊഴിഞ്ഞു കൊടുക്കാലോ. നമ്മള് നാളെ മുതൽ ഇലയിൽ വിറ്റോളാം. അത് പറ്റില്ല. വേറെ പ്രശ്നമുണ്ട്. എന്റെ കൺവീനറെ ഇല എന്ന് പറയുന്നത് സസ്യങ്ങളുടെ അടുക്കളയാണ്. ഇവരെ പോലുള്ള ആളുകള് ഇല പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതാ മരം ഉണങ്ങിപ്പോവും. പ്രകൃതി തന്നെ നശിച്ചു പോകും. ഇതെങ്ങാനും ആ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ അറിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രക്ഷോഭമായിട്ട് മാറും. അത് കൺവീനർക്ക് ഇതൊക്കെ അറിയാന്നല്ല എന്റെ വിചാരം. ഇതിപ്പോ എനിക്കറിയാണ്ടല്ല പ്രസിഡന്റേ. അപ്പൊ സസ്യങ്ങളുടെ അടുക്കള എന്ന് പറയുന്നത് ഇലയാണ്. നമുക്കറിയാലോ. പക്ഷെ എന്നാ എനിക്ക് വേറെ കാര്യം ചെയ്യാലോ. അതായത് ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മളിപ്പോ ഈ മറ്റേ വായിക്കാനായിട്ട് പത്രം വരുത്തുന്നില്ലേ?
എന്ത് ജാതി വാർത്ത പൈല് പറഞ്ഞ എന്താ പൈല് വായിക്കാനുള്ളത്? ഒന്നും വായിക്കാനില്ല. ഞാൻ എന്റെ അവിടെ ചെയ്യണത് വല്ല സാധനങ്ങളും പൊഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ കുട്ടികളെ അപ്പിടുമ്പോ അതൊക്കെ ഒന്ന് തുറക്കാനോ. ആ പേപ്പറിൽ എനിക്ക് പൊഞ്ഞു കൊടുക്കാനോ മീന് മതിയല്ലോ. അപ്പൊ നാളെ മുതൽ നമ്മള് പേപ്പറിൽ കൊടുത്തോളാം. അത് നടക്കൂല, പേപ്പറിൽ പൊഞ്ഞു കൊടുക്കാൻ നടക്കൂല. പേപ്പറിൽ മത്സ്യം പൊതിഞ്ഞാ മത്സ്യത്തുമ്പോ കാർബൺ ആവൂലേ? അതൊക്കെ ഗുരുതര വിഷമല്ലേ? ഇതൊന്നും കൺവീനറിന് അറിഞ്ഞൂടെ? കൺവീനറിന് അറിയാന്നാണല്ലോ ഞങ്ങളൊക്കെ കരുതിയത്. എന്റെ പ്യാരെ എനിക്കിപ്പോ അത് അറിയാണ്ടല്ല. എന്നാലിപ്പോ ഓനിക്കിപ്പോ ഈ മീന് എന്തിനെങ്കിലും ഒന്ന് പോയി കൊടുക്കണല്ലോ. അതിനൊരു മാർഗം പറഞ്ഞു കൊടുക്ക്. ആശഭാരത സംസ്കാരത്തെ വേരോടെ പിഴുതെറിയാൻ വന്ന അധിനിവേശ പ്ലാസ്റ്റിക് ആണ് ഇതെന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കെങ്കിലും ഇതൊക്കെ പറയാനുണ്ടോ? ആരും ഒന്നും ഈ പഞ്ചായത്തിൽ പറയല്ല എന്റെ ഉണ്ടി. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് എന്താ ഇതിനൊരു വഴി? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ കവറിൽ വിൽക്കാൻ പാടില്ല, ഇലയിൽ വിൽക്കാൻ പാടില്ല, ഇപ്പൊ പേപ്പറിലും വിൽക്കാൻ പാടില്ല. പിന്നെ നിങ്ങൾ കൈമിൽ കൊണ്ടുപോകുമോ? ഞാൻ മീനെടുത്ത് അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. പ്ലാസ്റ്റിക് നമ്മുടെ ഈ പഞ്ചായത്തിൽ പറ്റൂല, ഞങ്ങൾ കണ്ടുകെട്ടി നശിപ്പിക്കും. നീ ഒരു ദിവസം എത്ര വീട്ടിൽ ഈ കിറ്റിൽ കച്ചവടം നടത്തുന്നുണ്ട്? ഞാനൊരു 10-200 വിട്ട് കൊടുക്കണ്ടോ? 200 വീടാ? കൺവീനറെ 200 × 365 എത്രയായി? സുബ്ഹാനല്ലാ, എന്റെ മൊയ്തോ ആ ജാതി കണക്കൊന്നും ഇപ്പൊ ഇവിടെ പറയാതിരിക്കാനല്ലേ. അതെന്താ കണക്കിലേക്ക് അത്ര വലിയ വശല്ല. നമുക്ക് അപ്പൊ അടുത്ത കാര്യം എന്താ വെച്ചാൽ തീരുമാനിക്കാം. അതെ എന്റെ മൊയ്തോ, ഇപ്പൊ മെമ്പർ പറഞ്ഞ പ്രകാരം ഇപ്പൊ അതിന്റെ കണക്കൊക്കെ പാടെ കൂട്ടി വന്നു കഴിഞ്ഞാല് നെയ്യ് ഈ പഞ്ചായത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ എണ്ണത്തിന് കണക്കുണ്ടാവില്ല. നമ്മള് മാത്രോ? നിന്നെ പോലെ ഓരോരുത്തരോടോ എന്താ കൺവീനറെ? അപ്പൊ ഇതങ്ങട് ഇനി മുതൽ വേണ്ടാന്നങ്ങട് വെക്ക. അതങ്ങട് തൂര കളഞ്ഞ. നിങ്ങളിപ്പോ എല്ലാരും കൂടി ഇന്റെ ബക്കറ്റ് കയറിയിട്ട് കാര്യമില്ല. ഞാൻ ഈ മീൻ വിൽക്കാൻ ഒരു 10-200 കവറ ഉപയോഗിക്കണേ. ഇത് ഞാൻ എവിടുന്നാ മേടിക്കണേ? എവിടുന്നാ? നമ്മളെ സുഗതന്റെ പീടിയെന്ന്. അവിടെ ഇഷ്ടം പോലെ കവർ കൊടുത്തിരിക്കല്ലേ. അത് ശരി. അപ്പൊ എല്ലാ മീൻ കച്ചവടക്കാരും സൂതന്റെ അവിടെ നിന്നാണ് കവർ അവിടുന്ന് മേടിക്കണേ. കൺവീനറെ നമുക്കെന്നാ വേഗം അങ്ങോട്ട് പോവാം. ഇതൊക്കെ എടുത്ത് കളയണട്ടോ. കളയണ്ട. കളയണത് അല്ലടോ ചങ്ങായി, ഇനി മേലിൽ ഈ കവർ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് തന്റെ നാളെ മുതൽ പോരെ. നാളെ മതി. നാളെ മതി. കഴിഞ്ഞിട്ട് കളഞ്ഞോട്ടെ. നാളെ കൂടി ഇന്നും കൂടി കഴിഞ്ഞിട്ട് കളഞ്ഞോ. ആ കഴിഞ്ഞത് പാടില്ല കേട്ടോ. പെരയിലെ കഞ്ഞിടി കുട്ടിക്കല്ലേ. സുഗതൻ സുഗതൻ നല്ല സാധനം അടിക്കണം. സുഗതൻ ഒരു അധിനിവേശ അതെ അതെ അതെ. അടുത്ത സുഗതൻ ആകെ അറിയുന്ന ഒരു തൊഴിലാണ്. ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാല് ഈ പെരയിൽ മുഴുവൻ കൊണ്ടു കൊടുക്കാൻ നേരിട്ട്. മിന 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 ഞാനിട്ട് കൺവീനറെ എന്താണ് ഇവൻ ഈ കാണിച്ചേക്കണം? പ്ലാസ്റ്റിക് കൂടായത്. പ്രസിഡന്റ് കൺവീനറും മെമ്പറൊക്കെ ഉണ്ടല്ലോ. അതെ സുഗത, ഒന്നുകൂടെ വന്നേ. ഒരു കാര്യം പറയാണ്ട്. പിരിവാണ പിരിവൊന്നും അല്ലടോ. ഇവിടെ എന്ത് തോന്നിയാസോണ് സൂത നിങ്ങളൊക്കെ കാണിക്കണത്? എന്തുട്ടാ ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ ഇറങ്ങിയൊക്കെയാണോ നിങ്ങളൊക്കെ കൂടി? ഞാനാ പിന്നെ രാജ കുട്ടിച്ചോറക്ക്. ഇവിടെ എന്ത് പ്ലാസ്റ്റിക് കിറ്റ് ഹോൾസെയിൽ ആയിട്ട് വിൽക്കണ്ട നിങ്ങള്? ഇല്ല ഇല്ലേ? 1-ാം തീയതി വരെ ഉണ്ടായിരുന്നു. 1-ാം തീയതി ശേഷം നിയമം മാറിയല്ലോ. അപ്പൊ പ്ലാസ്റ്റിക് കിറ്റ് ഒഴിവാക്കി. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാം നിരോധിച്ചിട്ടുണ്ട്. ഇതൊന്നും വിൽക്കാൻ പാടില്ല. അതെ കൺവീനർ ഒന്ന് പറഞ്ഞു. സുഗത, അതായത് ഞങ്ങളിപ്പോ കുറെ ആളുകളൊക്കെ കണ്ട് ബോധവൽക്കരണം നടത്തിയിട്ടാണ് വരണേ. കൂട്ടത്തിൽ ഞങ്ങൾ മൊയ്തൂനെയും കണ്ട്. നമ്മുടെ മീൻ കച്ചവടക്കാരൻ മൊയ്തുപോയി. അപ്പൊ ഓനാണ് പറഞ്ഞു ഓനക്ക് മീൻ പൊഴിഞ്ഞു കൊടുക്കാനുള്ള കവറ് മേടിക്കണത് സുഗതന്റെ വീഡിയോന്നാണ്. അത് പഴയത് സ്റ്റോക്ക് ഉണ്ടായിരുന്നാണ്. ലാസ്റ്റ് ആയിരുന്നു, കൊടുത്തു തീർന്നു. ആയിക്കോട്ടെ, ഇല്ല പഴയതായാലും പുതിയതായാലും ഇനി വിൽക്കാൻ പാടില്ല. ഇല്ല, നിർത്തി. ഇനി പ്ലാസ്റ്റിക് കിറ്റ് കൊടുക്കൂല. അത് മാത്രല്ല, പിന്നെ ഈ നിരത്തി വെച്ചിട്ടുള്ള ഈ മിഠായികൾ ഇട്ട് വെച്ചിട്ടുള്ള ഈ കുപ്പികളുണ്ടല്ലോ, ഇതൊക്കെ മാറ്റിയിട്ട് പഴയ കാലത്തുള്ള ചില്ലുകുപ്പിയുടെ ഭരണി ഉണ്ടല്ലോ, ആ ഭരണിയിൽ വേണം ഈ മിഠായികളൊക്കെ ഇട്ട് വെക്കാന്. അല്ല, ഇവിടെ മുമ്പ് ചില്ല് ഭരണി ഉണ്ടായിരുന്നു, അതിനടപ്പുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പൊട്ടിപ്പോയിന്നേ. പൊട്ടിപ്പോയ പുതിയത് മേടിക്കണം. നാട് നശിപ്പിക്കാൻ പാടില്ല നമ്മള്. അപ്പൊ ഇനി ചില്ലിന്റെ കുപ്പി അത് ഇയാക്കണം. അതേമാതിരി ഇതാ ഈ കാണുന്നതായിട്ടുള്ള സകലമാന മാറാപ്പുകളും ഇവിടുന്ന് മാറ്റണം. എന്ത്? ഈ കാണുന്ന സകലമാന മാറാപ്പുകളും ഇജ്ജ് മാറ്റിയിട്ട് എന്താ കൺവീനർ മാറാപ്പോ? അതെ, അതങ്ങോട്ട് ചങ്ക് ഇറങ്ങിയിട്ട് ഇജ്ജ് പറഞ്ഞാൽ മതി. ഇത് പറയും ഈ കാണുന്ന മാറാപ്പുകളൊക്കെ, അതായത് അതിന്റെ പേര് പെട്ടെന്ന് പറയാൻ കിട്ടാണ്ടാണ്, ഇതൊന്നും വായിക്കാൻ കിട്ടൂല. ഇതൊക്കെ ഈ വക സാധനങ്ങളൊക്കെ ഇനി വേറെന്തെങ്കിലും ഒരു പൊതിയിലാക്കുക. പ്ലാസ്റ്റിക് പറ്റൂല. ഇത് ഞങ്ങൾ ചെയ്യണല്ലോ, ഇത് കമ്പനി ഇറക്കണല്ലേ.
അതായത് വലിയ വലിയ കുത്തക കമ്പനികളുടെ കയ്യാളുമാരാണ് നിങ്ങളെ പോലുള്ള ആൾക്കാർ. ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ ഉണ്ണീനെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന് ഇയാളോടൊക്കെ. ആഗോളവൽക്കരണത്തിന്റെ കമ്പോളവൽക്കരണത്തിന്റെ നവലിവർ ആശയം കൂടെ പൊരുത്തപ്പെടാൻ പറ്റാത്ത ഈ പ്ലാസ്റ്റിക് നമ്മുടെ നാടിനാപത്ത്, നമ്മുടെ രാജ്യത്തിനാപത്ത്, നമ്മുടെ ഇന്ത്യക്കാപത്ത് എന്ന് ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഈ കോടേന്റെ കമ്പി എന്റെ അണ്ണാക്കിലേക്ക് അങ്ങോട്ട് കുത്തി കയറ്റും. നിന്താണ് അവിടെ കുത്തിയിരുന്നേച്ചി ഒരു ചായ കുടിക്കാൻ കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് കൂടെ കൊണ്ടു നടക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്തൊക്കെ തെറ്റുണ്ടാ? നീ പറഞ്ഞത് മുഴുവൻ കറക്റ്റ്, പക്ഷെ ഇവർക്ക് ബുദ്ധിയില്ലല്ലോ, മനസ്സിലാവില്ലല്ലോ. പ്രസിഡന്റെ അപ്പൊ നമുക്ക് ആ കാര്യത്തിലേക്കാണ് കിടക്കാം. കാര്യത്തിൽ കിടക്കാം. ഞാൻ ഇപ്പൊ എന്തുട്ട് ചെയ്യണ്ടേ? ഈ ജാതി കച്ചവടമൊക്കെ അങ്ങനെ നിർത്തിക്കാളി. പിന്നെ എന്റെ കുടുംബം നോക്കോ? അതല്ല സുഹൃത്ത ഞാൻ ഉദ്ദേശിച്ചതേ, അനക്കിപ്പോ ഈ ജാതി സാധനങ്ങളാണ് വേറെ എന്തൊക്കെ സാധനങ്ങൾ കച്ചവടം ചെയ്യാ? എന്തുട്ടേ? ഇതാ വായം കഴിഞ്ഞ്, വാഴപ്പിണ്ടി, വാഴപ്പഴം, വായന്റെ ഇല, അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ വായമ മാത്രണ്ട്. എന്ത് വായിക്ക നിങ്ങൾ പറഞ്ഞത്? അതല്ലടോ, നമുക്കിപ്പോ ഈ പൊയിഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ജാതി ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ എനിക്ക് കച്ചവടം ചെയ്യാലോ. അല്ല, അതൊക്കെ ഞാൻ കച്ചവടം ചെയ്യാ. ഈ വക സാധനങ്ങളൊക്കെ ഈ കവർ മാറ്റിട്ടേ പൊഞ്ഞു കൊടുക്കുന്ന രീതിയിൽ കമ്പനിയോട് ഇറക്കാൻ പറ, അപ്പൊ ഞാൻ കൊടുത്തോളാം. പ്രസിഡന്റ് ഇയാൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല, ക്ലാസ്സിലൊന്ന് പങ്കെടുക്കാൻ പറയാ. അതെ സുഗത, ഈ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ആവശ്യകതകളെ കുറിച്ചിട്ടൊക്കെ ആളുകളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അല്ലേ, ഞായറാഴ്ച വെച്ചാൽ മതിട്ടാ. ഞായറാഴ്ചയാണ് വെച്ചിട്ടുള്ളത്. അതൊക്കെ അങ്ങനെ തന്നെ വെക്കുള്ളൂ. അല്ല, അതെന്തായാലും ഞാൻ വരുന്നുണ്ട്. കാര്യങ്ങൾ എന്തൊക്കെ തീരുമാനിച്ചത് നമുക്ക് അറിയണല്ലോ. അപ്പൊ ഇനിയൊരു കാര്യം, ഇനി മേലാക്കാം ഈ ജാതി പ്ലാസ്റ്റിക്കിൽ പോഞ്ഞ വല്ല സാധനങ്ങളും വിറ്റൂന്ന് ഞാൻ അറിഞ്ഞാല് ജയിലഴി എണ്ണന്റെ ഒരു ഞാൻ നിർത്തി. നമ്മളൊരു കാര്യം തീരുമാനിച്ച ഇനി അങ്ങനെ കൊടുക്കില്ല. കാര്യങ്ങൾക്ക് അതിന്റേതായ ഗൗരവമുണ്ട്. ആയിക്കോട്ടെ, അപ്പൊ നിങ്ങൾ നടന്നോളൂ, എനിക്കൊരു സാധനം മേടിക്കാണ്ട്. നമുക്ക് അങ്ങടാണ് പോണ്ടായി. അവിടെ തന്നെ പോന്നായി ഒരു വകതിരിവില്ലാത്ത സാധനങ്ങളെ കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. അതെ, ഇക്കടാ ഈ ചെക്കന്മാർ കുട്ടികൾ കഴിക്കണ എന്തൊരു കുറുകുറു പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ, കുറുകുറുവിന്റെ എന്തൊരു മറ്റേ അതാ അങ്ങനെ തന്നെ ഇതാണ്. എന്തെങ്കിലും ഒന്നും മതി, അവറ്റൊക്കെ എന്തെങ്കിലും കൊണ്ടായില്ലെങ്കിൽ പിന്നെ ആകെ ഒരു സാധനം അത് തന്നെ. അല്ല, ഒരു മിനിറ്റ്. എന്താണ് എന്താ പറഞ്ഞേ? എന്താണ് അല്ലാതെ കുട്ടികൾക്ക് കൊടുക്കണ്ടേ? ഈ നിമിഷം മുതൽ ഈ വക പ്ലാസ്റ്റിക് സാധനങ്ങള് സുഗതന്റെ കടയിൽ നിന്ന് കിട്ടില്ല, നിർത്തി. കൺവീനർ പറഞ്ഞ അതിന്റെ അപ്പുറമില്ല. 10 റുപ്യ. ചേട്ടാ, ഇവിടെ അല്ല, ഈ പ്ലാസ്റ്റിക് ഒക്കെ പെറുക്കിട്ട് എന്ത് ചെയ്യാൻ പോണേ? പ്ലാസ്റ്റിക് പറക്കിട്ടാ വിൽക്കാൻ പോണ്. ദൈവമേ, അപ്പൊ ചേട്ടനൊന്നും അറിഞ്ഞില്ലേ? എന്ത് പ്ലാസ്റ്റിക് വിൽക്കാൻ പാടില്ല? ഇതാരാണിത് പറഞ്ഞത്? സത്യമായിട്ടും അതെ, ഇപ്പൊ പുതിയ നിയമം ഉണ്ടെന്ന്. നിയമോ? ഈ ജാനുവരി തൊട്ട് പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്ന്. അപ്പൊ ഇനി ചേട്ടൻ പ്ലാസ്റ്റിക് വിൽക്കണ കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആദ്യത്തെ തവണ കാണുമ്പോ 10,000 രൂപ പിഴ, പിന്നെയും കൊണ്ട് വിൽക്കണ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 25,000 രൂപ പിഴ, പിന്നെയും കൊണ്ട് വിൽക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ 50,000 രൂപയാണ് പിഴ. കണ്ണി കണ്ട പ്ലാസ്റ്റിക് ഒക്കെ പെറുക്കി നടക്കേ, വേറൊരു പണിയില്ല ഈ വയസ്സാം കാലത്ത്.